പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിൽ പോലും പിന്നീട് നേതാക്കന്മാർ ഇടപെട്ടോ ചർച്ച നടത്തിയാണ് ഇപ്പോൾ ഒരു എല്ലാ ആളുകളുടെയും താല്പര്യപ്രകാരം അദ്ദേഹത്തെ KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ പുതിയ ഭാരവാഹികളെല്ലാം തന്നെ സ്ഥാനമേൽക്കും എന്നാണ് നമുക്ക് അറിയുവാൻ കഴിഞ്ഞത്. അതേസമയം നേരത്തെ വൃന്ദ സൂചിപ്പിച്ചതുപോലെ UDF കൺവീനറുടെ മാറ്റം അത് അപ്രതീക്ഷിതമായിട്ടാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. UDF കൺവീനർ സ്ഥാനത്തേക്ക് അടൂർ പ്രകാശ് എത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തന മേഖല തിരുവനന്തപുരമാണ്. മാത്രവുമല്ല അദ്ദേഹത്തിന് നേരത്തെ 2 പ്രാവശ്യം മന്ത്രിയായിരുന്നുള്ള പ്രവർത്തന പരിചയമുണ്ട്. ആ പരിചയം കൂടി കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ പ്രവർത്തകരുമായി അടുത്ത ബന്ധമുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ഉള്ളത് ഘടകകക്ഷി നേതാക്കളുമായുള്ള അടുത്ത ബന്ധവും സൗഹൃദവുമാണ്. അതുവഴി ഘടകകക്ഷികളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ മുസ്ലിം ലീഗിന് താല്പര്യമുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു അടൂർ പ്രകാശ്. അതിനുപരിയായി ജാതി സമവാക്യങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോഴേക്കും ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരു MP എന്നുള്ള പരിഗണന കൂടി നൽകിയാണ് അദ്ദേഹത്തെ UDF കൺവീനർ പദവിയിലേക്ക് അടൂർ പ്രകാശിനെ എത്തിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ പെട്ടെന്നുള്ളൊരു മാറ്റമല്ല ഈ KPCC അധ്യക്ഷൻ സ്ഥാനത്ത് നിന്നും സുധാകരൻ സ്ഥാനം ഒഴിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ ഈ അതൃപ്തിയെല്ലാം തന്നെ അറിയിച്ചിരുന്നു. ഇതൊന്നും തന്നെ മുഖവിലക്കെടുക്കാത്ത ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുധാകരൻ പ്രവർത്തക സമിതി സ്ഥിരം ക്ഷണിതാവായിട്ടാണ് മാറിയിരിക്കുന്നത്. തീർച്ചയായും വർക്കിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ പ്രവർത്തകന സമിതിയിലെ സ്ഥിരം ക്ഷണിതാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ദേശീയ തലത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം. കാരണം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ മറ്റു സംസ്ഥാനങ്ങളിലെ ചുമതലയൊക്കെ ഒരു പക്ഷേ സുധാകരന്മാർ ഏൽപ്പിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. എങ്കിൽ പോലും അവസാന നിമിഷം വരെ അദ്ദേഹത്തിന് അധ്യക്ഷ പദവിയിൽ തുടരണം എന്നുള്ള ഒരു ആവശ്യം പല നേതാക്കന്മാരെ കണ്ട് ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് AK ആൻ്റണിയുടെ വീട്ടിലെത്തി അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹം ഒരു പരാതിയായിട്ട് അന്ന് സൂചിപ്പിച്ചത് താൻ നേതൃനിര പറഞ്ഞാൽ ഒഴിഞ്ഞു മാറാൻ തയ്യാറാണ്, പക്ഷേ തൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചും ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഒരു വിഭാഗം നേതാക്കന്മാർ ഈ KPCC പദവിയിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള പരാതി AK ആൻ്റണിയെ കണ്ടു പറഞ്ഞിരുന്നു. അതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം VM സുധീറിൻ്റെ വീട്ടിലെത്തി VM സുധീറിനുമായും ചർച്ച നടത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊരു സ്വകാര്യ സന്ദർശനം മാത്രമാണ്, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വേണ്ട എന്നുള്ളത് ചിന്തിക്കേണ്ട എന്നൊക്കെ അന്ന് സുധാകരൻ പറഞ്ഞിരുന്നു. എന്നാൽ സുധാകരനിലെ ഏറ്റവും വലിയ പ്രതീക്ഷ പലപ്പോഴും നേതൃനിരയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ AK ആൻ്റണിയെ പോലുള്ള നേതാക്കന്മാരുടെ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന നേതാവാണ്, കേന്ദ്രമന്ത്രിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു. അത്തരത്തിൽ AK ആൻ്റണി പറയുന്ന വാക്കുകൾക്ക് പലപ്പോഴും അവിടെ വലിയ തരത്തിൽ വില കൽപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരു പക്ഷേ AK ആൻ്റണി വഴി സമ്മർദ്ദം ചെലുത്തി നിലനിന്ന് പോകാം എന്നുള്ളൊരു പ്രതീക്ഷ സുധാകരനുണ്ടായിരുന്നു. അത് അസ്തമിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഒരു പക്ഷേ AK ആൻ്റണി ഇത്തരത്തിൽ ഒരു നീക്കത്തിന് തയ്യാറായി കാണത്തില്ല, അല്ലെങ്കിൽ മുതിർന്ന് കാണത്തില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഞാൻ നേരത്തെ തന്നെ ഒരു പ്രാവശ്യം സൂചിപ്പിച്ചിരുന്നു, KPCC അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന സമയത്താണ് സുധാകരൻ ഈ പ്രാവശ്യം കണ്ണൂരിൽ മത്സരിക്കുന്നതിന് വേണ്ടി പോകുന്നത്. ആ കണ്ണൂരിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്ത് അദ്ദേഹം KPCC അധ്യക്ഷ പദവിയുടെ താൽക്കാലികമായി ഒഴിഞ്ഞ് ചുമതല MM ഹസനെ ഏൽപ്പിക്കുകയായിരുന്നു. ആ സമയത്ത് പിന്നീട് KPCC അധ്യക്ഷ പദവിയിലേക്ക് മടങ്ങി വരുന്നതിന് അദ്ദേഹത്തിന് ചില പ്രതിസന്ധികളുണ്ടായി. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റണം എന്ന് ചില നേതാക്കന്മാർ ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും ആ സമയത്ത് AK ആൻ്റണി ഇടപെട്ടുകൊണ്ടാണ് ആ പ്രതിസന്ധി പരിഹരിച്ചു നൽകിയത്. അന്ന് പറഞ്ഞിരുന്നത് ഏതാനും മാസങ്ങൾ കൂടി തനിക്ക് KPCC അധ്യക്ഷനായി തുടരാനുള്ള താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ KPCC അധ്യക്ഷ പദവിയിലേക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം AK ആൻ്റണിയെ ഒരിക്കൽ കൂടി കണ്ടതും അദ്ദേഹത്തിൻ്റെ പരാതികൾ AK ആൻ്റണിക്ക് മുമ്പിൽ പറഞ്ഞതും. എന്നാൽ അത് ഉൾക്കൊള്ളുവാൻ AK ആൻ്റണി തയ്യാറായില്ല. പകരം AK ആൻ്റണി തീരുമാനം എടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ സുധാകരൻ്റെ പേര് പറഞ്ഞു കാണില്ല എന്നുള്ളത് ഉറപ്പാണ്. അതേസമയം KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് താൻ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം വലിയ നേട്ടങ്ങളായി വിവരിക്കുമ്പോഴും പാർട്ടിക്കകത്ത് ഒറ്റക്കെട്ടായി പല സമയങ്ങളിലും നേതാക്കന്മാരെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വീഴ്ച AICC നേതൃത്വം തന്നെ പല ആവർത്തി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ AICC നേതാക്കന്മാർ ദീപാദാസ് മുൻഷിക്ക് കേരളത്തിന് ചുമതല കിട്ടിയപ്പോൾ
മുതൽ തന്നെ അവർ ഈ ഓരോ നേതാക്കന്മാരുടെയും പ്രവർത്തനം, അവർ എന്തുമാത്രം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഘടകകക്ഷികൾക്കൊപ്പവും കോൺഗ്രസിലെ സംസ്ഥാന നേതാക്കന്മാർക്കൊപ്പവും ഒക്കെ വലിയ തരത്തിൽ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചകൾ കൂടി പരിഗണിച്ചുകൊണ്ടും തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മാറ്റത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കെ സുധാകരൻ തന്നെ ഒരു പക്ഷേ അപ്രതീക്ഷിതമായിരിക്കാം ഈ തീരുമാനം സണ്ണി ജോസഫിലേക്ക് വരുമ്പോൾ, സണ്ണി ജോസഫ് MLA-യിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ആന്റോ ആന്റണിക്ക് ഉണ്ടാകുന്ന എതിർപ്പിന്റെ പകുതി പോലും സണ്ണി ജോസഫിന്റെ പേരിൽ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് ദേശീയ നേതൃത്വത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സണ്ണി ജോസഫ് എന്ന പേരിലേക്ക് എത്തിച്ചേർന്നിരുന്നത്. ഇനി കെ സുധാകരനെ അനുനയിപ്പിച്ചു ഒപ്പം നിർത്തുക, കേരളത്തിൽ വലിയ തരത്തിലുള്ളൊരു മുന്നേറ്റം നടത്തുക, അതിനുപരിയായി തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം വരിക്കുക, ഇതാണ് പുതിയ KPCC അധ്യക്ഷന്റെ മുന്നിലുള്ള വെല്ലുവിളികൾ. ബിനോയ്, അതോടൊപ്പം തന്നെ സുധാകരനെ പിന്തുണയുമായി നിരവധി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഹൈക്കമാൻഡ് തീരുമാനം എങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പ്രതിഫലിക്കുക? തീർച്ചയായും കണ്ണൂർ DCCയുടെ മുന്നിലും ഒപ്പം കോട്ടയം DCCയിലും ഒക്കെയാണ് കെ സുധാകരന് വലിയ തരത്തിലുള്ള പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതിൽ പ്രധാനമായും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ KPCC അധ്യക്ഷനായി കെ സുധാകരൻ തുടരണം എന്ന ആവശ്യം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്കെതിരെയും വലിയ തരത്തിൽ ആരോപണം ഉയർത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകളാണ് പല സ്ഥലങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ അതൊക്കെ പ്രാദേശികമായി ഉണ്ടായ ചില പ്രതിസന്ധികൾ എന്ന് മാത്രമാണ് AICC നേതൃത്വം വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് സണ്ണി ജോസഫിനെ പോലുള്ള ഒരു നേതാവിനെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സണ്ണി ജോസഫിനെ സംബന്ധിച്ചോളം അദ്ദേഹം MLA ഒപ്പം DCC പ്രസിഡന്റ് ഈ പദവികളിലൊക്കെ ഇരുന്നെങ്കിൽ പോലും ഒരു അർത്ഥത്തിൽ പോലും ആരോപണ വിധേയനാകാത്ത ഒരു നേതാവാണ്. ഒപ്പം നല്ല നിയമസഭാ സാമാജികനാണ്. നിയമസഭയിൽ കൃത്യമായി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നും കൃത്യമായ സമയങ്ങളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തിലായാലും ഒപ്പം സംസാരിക്കുന്ന കാര്യത്തിലും പ്രസംഗിക്കുന്ന കാര്യത്തിലും ഒക്കെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് സണ്ണി ജോസഫ്. മാത്രവുമല്ല ഒരിക്കൽ പോലും മറ്റൊരു തരത്തിലുള്ള ആരോപണത്തിന് വിധേയനായിട്ടില്ല. ഗ്രൂപ്പുകളുടെ പേരിൽ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നിന്നിട്ടില്ല. ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ കേരളത്തിലെ ഗ്രൂപ്പുകൾക്ക് അതീതമായി ചിന്തിക്കുവാൻ സണ്ണി ജോസഫിന് കഴിയും. ആ തരത്തിൽ സണ്ണി ജോസഫിന് കേരളത്തെ നയിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ AICCക്കുണ്ട്. ഒപ്പം കെ സുധാകരനെ അനുനയിപ്പിക്കാൻ രണ്ടുപേരും കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ കെ സുധാകരനെ അനുനയിപ്പിച്ചു ഒപ്പം നിർത്താൻ അദ്ദേഹത്തിന് കഴിയും, സണ്ണി ജോസഫിന് കഴിയുമെന്നുള്ള പ്രതീക്ഷ AICC നേതാക്കന്മാർക്കുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സണ്ണി ജോസഫിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് അണികൾ ഒരു പരിധിവരെ ഉൾക്കൊള്ളും എന്നുള്ളത് ഉറപ്പാണ്. കാരണം സണ്ണി ജോസഫിനെതിരെ വലിയ തരത്തിലുള്ള ഗ്രൂപ്പിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ ഉള്ള വിയോജിപ്പുകൾ ഇല്ലാത്ത ഒരു നേതാവ് കൂടിയാണ്. അത്തരത്തിൽ അക്കാര്യങ്ങളെല്ലാം തന്നെ ഗണ്യമായി പരിഗണിച്ച് തന്നെ മുന്നോട്ട് പോകും. അത് അണികൾക്കിടയിൽ ഉണ്ടാകുന്ന വിയോജിപ്പുകൾ ഒരു പരിധിവരെ ശമിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. മാത്രവുമല്ല ഈ വർക്കിംഗ് പ്രസിഡന്റുമായി എത്തിയിരിക്കുന്നത് യുവ നേതാക്കന്മാർ തന്നെയാണ്. ഷാഫി പറമ്പിലായാലും APL കുമാർ ആയാലും PC വിഷ്ണുനായാലും തന്നെ ഇവർക്കൊക്കെ തന്നെ വലിയ തരത്തിൽ പ്രതിസന്ധികളെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ള നേതാക്കന്മാരാണ്. ഇവർക്ക് വലിയ തരത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള കഴിവുണ്ട്. ആ കഴിവ് ഈ സണ്ണി ജോസഫിനോടൊപ്പം അവർ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രതിഷേധിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റർ പതിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകരെയൊക്കെ ഒപ്പം കൂട്ടി നിർത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഒരു പക്ഷേ ദേശീയ നേതൃത്വത്തിന് കാണും. അതുകൊണ്ടാണ് സണ്ണി ജോസഫിലേക്ക് എത്തിച്ചേർന്നത്. എന്നാൽ ഒരു പക്ഷേ ആന്റോ ആന്റണി MP ആയിരുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയേനെ. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചോളം തെക്കൻ കേരളത്തിലുള്ള 1-2 ജില്ലകൾ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തന പരിചയമുള്ള ഒരു നേതാവ്. അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ MP എന്ന നിലയിൽ മികച്ച പ്രവർത്തനമൊന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നേതാക്കന്മാരും അണികളും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു നേതാവ് സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അതിനെതിരെ ഉണ്ടാകുന്ന വിയോജിപ്പ് വലുതായിരിക്കും. അത് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കും, പ്രതിസന്ധികൾ രൂക്ഷമാക്കും. മാത്രവുമല്ല ഗ്രൂപ്പ് പോരടി ശക്തമാക്കും. അതൊക്കെ ഒഴിവാക്കാൻ സണ്ണി ജോസഫിന് കഴിയും എന്നുള്ള പ്രതീക്ഷ ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന നേതാക്കന്മാർക്കുമുണ്ട്. വൃന്ദ. ബിനോയ്, സണ്ണി ജോസഫ് KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? തീർച്ചയായും 2011 അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത്. പേരാവൂർ MLA ആയിട്ട് വരുന്നു. അന്ന് മുതൽ തന്നെ തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനപ്പുറത്തേക്ക് ഗ്രൂപ്പുകളുടെ കാര്യത്തിൽ വലിയ തരത്തിൽ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടൊന്നും നിന്നില്ല എങ്കിൽ പോലും ഉമ്മൻചാണ്ടിക്കൊപ്പം ചേർന്ന് നിന്ന് പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു ശക്തിയായി നിന്ന ഒരു നേതാവ് കൂടിയാണ് സണ്ണി ജോസഫ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ തരത്തിൽ ഒരു പ്രവർത്തന ശൈലിയും ഒരു പാഠവും അദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ച് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പേരാവൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ കോൺഗ്രസ് വേരോട്ടമുള്ള
കഴിവുള്ള മണ്ഡലമല്ലെങ്കിൽ പോലും CPM-നൊപ്പം ഇടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു മണ്ഡലമാണ്. അത്തരത്തിൽ മണ്ഡലത്തെ മാറ്റിയെടുക്കാൻ, പേരാവൂർ മണ്ഡലത്തെ മാറ്റിയെടുക്കാൻ സണ്ണി ജോസഫിന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റാണ്. അത്തരത്തിൽ അദ്ദേഹം വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനം അവിടെ നടത്തുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും മണ്ഡലവുമായി ബന്ധപ്പെട്ട എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നൊരു ശൈലി അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ അതിനപ്പുറത്തേക്കാണ് ദേശീയ തലത്തിൽ നേതാക്കന്മാരുമായിട്ട് വലിയ ചങ്ങാത്തമില്ല എങ്കിൽ പോലും AICC നേതൃത്വത്തിന് താല്പര്യമുള്ള ഒരു MLA ആണ് അദ്ദേഹം. കാരണം കൃത്യമായി ഒരു കണിശക്കാരനെ പോലെ നിയമസഭയിൽ വിവരങ്ങൾ ധരിപ്പിക്കുന്നതിനും സഭയ്ക്ക് മുന്നിൽ അവ അവതരിപ്പിക്കുന്നതിനുമുള്ള കഴിവ് സണ്ണി ജോസഫിനുണ്ട്. ഒപ്പം പലപ്പോഴും പ്രതിപക്ഷ നിരയിൽ നിന്നും ശക്തമായി ഉയരുന്ന ശബ്ദങ്ങളിൽ ഒന്ന് സണ്ണി ജോസഫിൻ്റെത് കൂടെയാണ്. പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് ഭരണപക്ഷത്തിന് നേരെ വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള കഴിവുള്ള ഒരു നേതാവ് കൂടിയാണ്. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നിയമസഭയിലും ഒപ്പം തന്നെ മണ്ഡലത്തിലും അതിനുപരി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും കാര്യമായ പ്രവർത്തനം നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും കണ്ണൂർ പോലുള്ള ഒരു DCCയുടെ അധ്യക്ഷനായി അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷനായി വരിക എന്ന് പറയുന്നത് കണ്ണൂർ നമുക്ക് എഴുത്തള്ളാൻ പറ്റുന്ന സ്ഥലമല്ല. അവിടുത്തെ രാഷ്ട്രീയം, CPM രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തോടൊപ്പം പോരടിച്ച് മുന്നോട്ട് വന്ന ഒരാളാണ്, DCC അധ്യക്ഷനായി നിന്ന ഒരാളാണ് ഈ സണ്ണി ജോസഫ്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്താൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതാണ് ഉറപ്പ്. വൃന്ദ. സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാകും. സുധാകരൻ സ്ഥാനമൊഴിയും. ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് നിയമിച്ചത്. അടൂർ പ്രകാശാണ് UDF കൺവീനർ. അതോടൊപ്പം തന്നെ ബിനോയ്, നിലവിൽ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. നിലവിൽ ഈ നേതൃത്വത്തിന്റെ മൊത്തമായുള്ള വിലയിരുത്തൽ എങ്ങനെയാണ്? ഇനി KPCCയുടെ ഒരു പൂർണ്ണ പുനഃസംഘടനയാണ് AICC ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. വർക്കിംഗ് പ്രസിഡന്റുമാരും KPCC അധ്യക്ഷന്മാരും ഇനി ജനറൽ സെക്രട്ടറിമാരുണ്ട്. അതിനൊപ്പം തന്നെ ഈ ജില്ലാ സംസ്ഥാന സമിതിയുണ്ട്. സംസ്ഥാന സമിതി നേതാക്കന്മാരെ കണ്ടെത്തണം. KPCC ഭാരവാഹികളുടെ എണ്ണം കുറയ്ക്കണം എന്നൊരു നിർദ്ദേശം മുമ്പൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. പലപ്പോഴായി KPCC നേതാക്കന്മാരുടെ എണ്ണം ഈ രാഷ്ട്രീയകാര്യ സമിതി ആയാലും സംസ്ഥാന സമിതി ആയാലും അതിലൊക്കെ വരുമ്പോഴേക്കും ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നേതാക്കന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്നൊരു രീതി കോൺഗ്രസിൽ കാലാകാലങ്ങളായി നിലനിന്ന് പോരുകയാണ്. അത്തരത്തിലുള്ള രീതി തുടരുകയാണെങ്കിൽ അത് കോൺഗ്രസിലെ ഇനിയുള്ള പുനഃസംഘടനയ്ക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് ഗ്രൂപ്പ് അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു വിജയം, അതിനപ്പുറം ഒരു ശക്തമായ തീരുമാനിച്ചുകൊണ്ടുള്ള AICC തീരുമാനത്തെ ഞാൻ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. ഈ തീരുമാനത്തെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും